രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ പോളിസി 86 ആര്? രാജീവ് ഗാന്ധി. രണ്ടാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഇന്ത്യൻ ബജറ്റിന്റെയും പിതാവാണ്. ജന്മദിനം ജൂൺ 29. ഈ വിശ്വേശ്വരയ്യെ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? ശരി, ഇനി നമുക്ക് അടുത്ത് പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പെയുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പുള്ള കുറച്ച് പദ്ധതികൾ. അതിൽ ആദ്യത്തേതാണ് ഗാന്ധിയൻ പദ്ധതി അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ച വർഷം ഏതാണ്? 44. ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ച വർഷം 44. ആരാണത് മുന്നോട്ട് വെച്ചത്? ഗാന്ധിയൻ പ്ലാൻ പ്ലാൻ അഗർവാൾ, SN അഗർവാൾ. ആ ഗാന്ധിയൻ പ്ലാൻ ഏത് വർഷമാണ്? 1944 ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ്? SN അഗർവാൾ. ആരാണ്? SN അഗർവാൾ. അപ്പൊ ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ചത് SN അഗർവാൾ. അപ്പൊ നമ്മൾ പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പുള്ള പദ്ധതിയെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അപ്പൊ SN അഗർവാൾ 1944 ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ചു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഗാന്ധിയൻ പ്ലാൻ എന്ന് പേരിട്ടത്? ഗാന്ധിയുടെ ആശയങ്ങൾ വെച്ചാകുമ്പോൾ പിന്നെ ഗാന്ധിയൻ പ്ലാൻ അല്ലാതെ വേറെ പേരിടാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പം ഗാന്ധിയൻ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗാന്ധിയൻ പ്ലാൻ എന്ത് ചെയ്തത്? ആവിഷ്കരിച്ചത്. ഈ പദ്ധതി ലക്ഷ്യം വെച്ചത് സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനമാണ്. ഗാന്ധിജിയുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിൽ വ്യവസായവും ഗ്രാമവികസനവും ഒക്കെ കയറി വരും. അപ്പം നമുക്ക് ഈ പഠിക്കാൻ എളുപ്പമാണ്. ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? കുടിൽ വ്യവസായവും അതുപോലെ കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനവും അതിലൂടെയുള്ള ഗ്രാമവികസനവും. കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനവും അതിലൂടെയുള്ള ഗ്രാമവികസനവും. അതോടൊപ്പം തന്നെ സാമ്പത്തിക വികേന്ദ്രീകരണവും ഈ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏത് പദ്ധതി? വർഷം മുന്നോട്ട് വെച്ചത് SN അഗർവാൾ. പ്രധാന ലക്ഷ്യം വെച്ചത് സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളിലൂടെയുള്ള കുടിൽ വ്യവസായങ്ങളിലൂടെയുള്ള ഗ്രാമീണ വികസനവും. ഈ SN അഗർവാളിന്റെ ഒരു പോയിന്റ് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഈ വാർധ എന്ന സ്ഥലമുണ്ട്. വാർധ എന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വാർധ പദ്ധതി ആര് മുന്നോട്ട് വയ്ക്കുന്നത്? ഗാന്ധിജി വാർധ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വാർധ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ആര്? SN അഗർവാൾ. അപ്പം ഗാന്ധിയൻ പ്ലാൻ അല്ലെങ്കിൽ ഗാന്ധിയൻ പദ്ധതി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? SN അഗർവാൾ. ഈ SN അഗർവാൾ വാർധയിലെ കോളേജിൽ എന്തായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗാന്ധിയൻ പ്ലാനിന്റെ അതായത് 1944 ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയതാരെന്നറിയാവോ? SN അഗർവാൾ അല്ല, അത് ഗാന്ധിജിയാണ്. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കൾ ഒരാളാണ് ആര്? JC കുമരപ്പ അല്ലെങ്കിൽ JC കോർണേലിയസ്. കേട്ടോ, JC കുമരപ്പ അല്ലെങ്കിൽ JC കോർണേലിയസ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ, ഗാന്ധിയൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ SN അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? JC കുമരപ്പ. JC കുമരപ്പയുടെ യഥാർത്ഥ പേരാണ് JC കോർണേലിയസ്. എന്താണ്? JC കോർണേലിയസ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് എക്കണോമി ഓഫ് പെർമിനൻസ്. എന്താണ്? എക്കണോമി ഓഫ് പെർമിനൻസ് എന്ന കൃതി രചയിതാവ് ആരാണ്? JC കുമരപ്പ. എക്കണോമി ഓഫ് പെർമിനൻസ്. എന്താണ്? പെർമിനൻസ്. ഓക്കെ, അപ്പം ഈ ഗാന്ധിയൻ പ്ലാൻ മനസ്സിലായി. 44 SN അഗർവാൾ. അതിൽ പറയുന്ന സാമ്പത്തിക വികേന്ദ്രീകരണം, കുടിൽ വ്യവസായങ്ങളിലൂടെ ഗ്രാമീണ വികസനം. ഓക്കെ, ഈ SN അഗർവാൾ വാർധ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞ പോയിന്റ് എന്താണ്? ഗാന്ധിജിയാണ് ഈ പറഞ്ഞ ഗാന്ധിയൻ പ്ലാനിങ്ങിന്റെ അവതാരിക എഴുതിയത്. എന്നാൽ ഗാന്ധിയൻ സമ്പദ്ഘടന എന്ന ആശയം JC കുമരപ്പയാണ്. JC കുമരപ്പയുടെ യഥാർത്ഥ പേര് JC കോർണേലിയസ് എന്നാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എക്കോണമി ഓഫ് പെർമിനൻസ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് VM വിശ്വേശ്വരയ്യാണ്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി ഈ വിശ്വേശ്വരയുടെ വേറൊരു ചോദ്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഇദ്ദേഹം ഒരു നഗരത്തിന്റെ ശില്പിയാണ്. M വിശ്വേശ്വരയ്യ. ആർക്ക് പറയാം? You can. മൈസൂർ. നീ പേടിച്ചു? മൈസൂർ. ഓക്കെ, മൈസൂർ. ഉത്തരം പറയാത്തോണ്ട് വിളിച്ചല്ല കേട്ടാ. ഓക്കെ, അപ്പം ഇന്ത്യൻ ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
നാഗ്പൂർ നാഗോടാ നാഗ്പൂർ കേട്ടാ. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? പറ മുസ്ലിം. നാഗ്പൂർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബോംബെ പ്ലാൻ പഠിക്കാം. ബോംബെ പ്ലാൻ ഏത് വർഷമാണ്? ബോംബെ പ്ലാൻ 44 തന്നെയാണ്. ഈ ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബോംബെയിലെ പ്രശസ്തരായിട്ടുള്ള 8 വ്യവസായികൾ ചേർന്ന് ആരംഭിച്ച പദ്ധതി അല്ലെങ്കിൽ രൂപീകരിച്ച പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ബോംബെ പദ്ധതിക്ക് രൂപം നൽകിയ ആൾക്കാരാണ് JRD ടാറ്റ. ഒന്ന് JRD ടാറ്റ, JD ബിർള, ടാറ്റയുണ്ട്, ബിർളയുണ്ട്. പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, രണ്ടൊന്നാളാണ്. പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്. ആ 3 പേര് നീ എന്ന് പറഞ്ഞാണ്. ചെറുതായിട്ടാ 3 പേര് പറയുന്നൊരു കാര്യം പറഞ്ഞിട്ട് നീ ചെറുതായിട്ട് പോയെന്നാ. ടാറ്റ, ബിർള, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്. അപ്പൊ എത്ര പേരായി? 3 പേര്. പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ് ഒരാളാണ്. ഓക്കെ, ശരി. അടുത്ത് ലാലാ ശ്രീറാം. 4 ആൾക്കാരായി. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ വൈഫിന്റെ പേരുമായി ബന്ധപ്പെട്ട് വരുന്നത് കസ്തൂർബായ് ലാൽഭായ്. AD ഷറോഫ്. ഇനി 2 ആൾക്കാർ, അർദേശ്വർ ദലാലും ജോൺ മത്തായി. ഈ 8 പേരാണ് ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1 JRD ടാറ്റ, 2 JD ബിർള, 3 പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, 4 ലാലാ ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്. ഓക്കെ, AD ഷറോഫ്, അർദേശ്വർ ദലാല്, ജോൺ മത്തായി. ഈ പദ്ധതിയുടെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞാൽ എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഓഫ് ഇന്ത്യ, എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, എന്നാൽ ബോംബെ പദ്ധതിക്ക് 8 പേരുണ്ടെങ്കിൽ നേതൃത്വം കൊടുത്താരാ? അർദേശ്വർ ദലാലാണ്. ഓക്കെ, ഈ 8 പേരിൽ ഒരാള് മലയാളി. ഹൂസ് ദാറ്റ്? മലയാളി ജോൺ മത്തായി ആണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച മലയാളി. നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? അർദേശ്വർ ദലാൽ. ബോംബെ പദ്ധതി പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര്? ജോൺ മത്തായി. 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനാരായിരുന്നു? 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റു അല്ല, അർദേശ്വർ ദലാലിന്റെ. മനസ്സിലായി? അർദേശ്വർ ദലാൽ. അപ്പൊ ബോംബെ പ്ലാൻ മനസ്സിലായേ? 44 ബോംബെയിൽ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചു. നേതൃത്വം കൊടുത്ത അർദേശ്വർ ദലാലാണ്. അതിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായിയാണ്. 8 പേരുടെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തിയാണ് M.N. റോയ്. ഓക്കെ, M.N. റോയ് ജനകീയ പദ്ധതി മുന്നോട്ട് വെച്ച വർഷം 45. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പ്ലാന് ഗാന്ധിയൻ പ്ലാൻ 44, ബോംബെ പ്ലാൻ 44, പീപ്പിൾസ് പ്ലാൻ 45. പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത് M.N. റോയ്. പീപ്പിൾസ് പ്ലാൻ എന്തിനാണ് പ്രഥമ പരിഗണന നൽകിയത്? ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ എന്തിനാണ്? മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിയാണ്. ഈ പ്ലാൻ അറിയപ്പെടുന്ന പേരാണ് റാഡിക്കൽ പ്ലാൻ. എന്താണ്? റാഡിക്കൽ പ്ലാൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ കേരളത്തില് ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി E.K. നായനാർ. കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്ട? E.K. നായനാരാണ്. അത് നമുക്ക് എളുപ്പമായിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. പഞ്ചജന കുടു. എന്താണ് പഞ്ചജന കുടു എന്നറിയാവോ? പഞ്ചായത്ത് രാജ് 94, ജനകീയാസൂത്രണം 96, കുടുംബശ്രീ 98. കേരളത്തിൽ ബന്ധപ്പെട്ടതാണ്. പഞ്ചജന കുടു. പറ, പഞ്ചജന കുടു. 94, 96, 98. 94 പഞ്ചായത്ത് രാജ്, 96 ജനകീയാസൂത്രണം, 98 കുടുംബശ്രീ. അപ്പൊ കേരളത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഞ്ചജന കുടു, പഞ്ചായത്ത് രാജ് 94, 96 ജനകീയാസൂത്രണം, 98 കുടുംബശ്രീ. ഓക്കെ, പഞ്ചജന കുടു.
സർവോദയ പ്ലാനിനെ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. 1950 സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. സർവോദയ 1950 സർവോദയ പ്ലാൻ. സർവോദയ പ്ലാനിലെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. ഓക്കെ, കഴിഞ്ഞു. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പറയുന്ന സർവോദയ പ്ലാൻ രൂപീകരിച്ചത്. എന്തിൽ നിന്നൊക്കെടാ? ഗാന്ധിയൻ പ്ലാനിൽ നിന്നും പിന്നെ ആചാര്യ വിനോബ ഭാവയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജയപ്രകാശ് നാരായൺ രൂപീകരിച്ച പദ്ധതിയാണേത്? സർവോദയ പ്ലാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പം നമുക്ക് ഇത്രയാണ് ഈ പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതൊക്കെ ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഇത് പഠിക്കേണ്ടതുണ്ട്. കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പോയിന്റിൽ കണ്ടെത്തിയിട്ട് ഇതിനോട് ആദ്യത്തെ പഠിക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. പക്ഷേ ഇതിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ എക്സ്ട്രാ പോയിൻ്റൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ, കുറച്ച് ഈ പോളിസീസ് നിലവിൽ വന്ന കുറച്ച് വർഷങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, ഒന്ന് ഉണർന്ന് ഇരിയടേ. യെസ്, ഓക്കെ. നമ്മുടെ രാജ്യത്ത് നയങ്ങൾ, പോളിസികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ പോളിസി ആക്ട് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് പോളിസികൾ ചോദിക്കാം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിച്ച വർഷം ഏതാണ്? 48. ഇൻഡസ്ട്രിയൽ പോളിസി ആദ്യമായിട്ട് 48. രണ്ടാം വ്യാവസായിക നയം ഏത് വർഷമാണ്? 56. രണ്ടാം വ്യാവസായിക നയം 1956. രണ്ടാം വ്യാവസായിക നയം 1956. അപ്പോൾ ആദ്യത്തെ വ്യാവസായിക നയം 48, രണ്ടാമത്തെ വ്യാവസായിക നയം 56. ഈ വ്യാവസായിക നയത്തിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ പഠിക്കാണ്ട് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് വർഷങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വ്യാവസായിക നയം 1948, രണ്ടാമത്തത് 56. ഓക്കെ അല്ലേ? വനനയം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വനനയം പറയാമോ? 61. എടാ, അത് ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. നീ പറഞ്ഞ 61 കേരള ഫോറസ്റ്റ് ആക്ട്. അതല്ല, വനനയം 80 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വനസംരക്ഷണ നിയമം. ഞാൻ ചോദിച്ചത് വനനയമാണ് ചോദിച്ചത്. 1952 ആദ്യത്തെ വനനയം 1952. രണ്ടാമത്തെ വനനയം 1988. അപ്പോൾ 4 വർഷം ഞാൻ അവിടെ പറഞ്ഞു. ആർക്കാണ് മെമ്മറി നോക്കാം? 48 വ്യാവസായിക നയം, 52 അത് വനനയം. ഓക്കെ, 88 രണ്ടാമത്തെ വനനയം. ഓക്കെ, 56 രണ്ടാമത്തെ ഏത് പോളിസി? വ്യാവസായിക നയം. ഓക്കെ, ഇനി ഞാൻ ഒരു തവണ പറഞ്ഞ 2-3 വർഷങ്ങളുണ്ട്. 27 ഇന്ത്യൻ വന നിയമം, ഇന്ത്യൻ വന നിയമം. 61 കേരള വന നിയമം. 1980 വനസംരക്ഷണ നിയമം. ഇത്രയുള്ള വർഷങ്ങളൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം. ഇതുപോലെ ഒന്ന് നമ്മൾ ഫോക്കസ് ആയിട്ടിരുന്ന, ഫോക്കസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫോക്കസ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഡിസ്ട്രാക്ഷൻ വന്നാൽ പോവും. അപ്പം ഞാൻ മറക്കണ്ട, ഫോക്കസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഗോളിലേക്കും എത്തിച്ചേരാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പോളിസിയിൽ ഓക്കെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്ത് തരികയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ചോദിക്കും പറഞ്ഞോണേ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏത് വർഷം? എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾക്കും പറയാം. 68. 68 ഇന്ത്യയിൽ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി. 1968 ആരാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 68 പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി 86 ആര്? രാജീവ് ഗാന്ധി. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി 1986 രാജീവ് ഗാന്ധി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ. മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം ആരാണ്? മോദി, നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് 3 എഡ്യൂക്കേഷൻ പോളിസികളാണ്. 68 ഇന്ദിരാഗാന്ധി, 86 രാജീവ് ഗാന്ധി, 2020 നരേന്ദ്രമോദി സർക്കാർ. ഈ 2020 നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം, അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആരും ചോദിക്കും. കസ്തൂരി രംഗനാണ് എൻ്റെ കരട് തയ്യാറാക്കിയത്, കെ കസ്തൂരി രംഗൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ ഒരു വിദ്യാഭ്യാസ നയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാഠ്യ പദ്ധതിയുണ്ട്.
ഏതാണ് ആ പാഠ്യപദ്ധതി? 5+3+4. 5+3+3+4. അപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി 2020 കരട് തയ്യാറാക്കിയത് കെ കസ്തൂരി രംഗനാണ് അല്ലേ? അതിൻ്റെ അത് മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയം 5+3+3+4. താങ്കൾ പഠിച്ച വിദ്യാഭ്യാസ നയം ഏതാണ്? 10+2+3 ആണ്. 10+2+3. ഈ 10+2+3 മുന്നോട്ട് വെച്ചാൽ രാജീവ് ഗാന്ധി കുത്തിയിടും. 10+2+3 എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് കോത്താരി കമ്മീഷൻ. 10+2+3 എന്ന വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത് കോത്താരി കമ്മീഷൻ. നീ ഓർക്കാതെ തല്ലാട്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? പിന്നെ നീ പറയാത്തത് കയറി. അപ്പം 2020 വിദ്യാഭ്യാസ നയപ്രകാരം മുന്നോട്ട് വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി 5+3+3+4. ഓക്കെ, നമ്മൾ പഠിച്ചത് 10 കോത്താരിയാ 10+2+3. കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചാൽ 10+2+3. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ഇത്തരം മനസ്സിലായി. ഇനി ഞാൻ എൻവയോൺമെൻറ്റ് പോളിസി വർഷം പറഞ്ഞുതരാം. എൻവയോൺമെൻറ്റ് പോളിസി ഏത് വർഷമാണ്? 86 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. 86 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. പിള്ളേർ ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചോണേ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ വീഡിയോയിൽ മാത്രം പറഞ്ഞില്ല, നീ ബാക്കിരിക്കണമെന്നാണ് പറയണത്. 86 പരിസ്ഥിതി സംരക്ഷണ നിയമം +20. 2006 പരിസ്ഥിതി നയം, എൻവയോൺമെൻറ്റ് പോളിസി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 4, 3, 7, 8 പോളിസി പറഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ചാലോ? അത് വ്യാവസായിക നയങ്ങൾ വർഷങ്ങൾ പറ. 48, 56 രണ്ട് പ്രധാനപ്പെട്ട വ്യാവസായിക നയങ്ങൾ. ഓക്കെ, അതിനുശേഷം 91 ശേഷമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഏതാണെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് വനനയങ്ങളാണ്. ആദ്യത്തേത് 52, പിന്നെ ഉള്ളത് 88. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷൻ പോളിസികൾ 68, 86, 2020. പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് പോളിസി പറഞ്ഞു. എൻവയോൺമെൻറ്റ് പോളിസി ഏത് വർഷമാണ്? 2006. ഓക്കെ, ഇത്രയും വർഷം സെറ്റാണല്ലോ. പോളിസിയിൽ ഇനി ഏത് ചോദിച്ചാലും പറയുമല്ലോ, സെറ്റായിട്ട് പറയുമല്ലോ. ഓക്കെ, ശരി. ഇനി എടാ വീണ്ടും വർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറേ വർഷമായെന്ന് എനിക്കറിയാം, എന്നാലും പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം പണിയെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ മറ്റേ വർഷം പാട്, ഹിസ്റ്ററി പാട്, കെമിസ്ട്രി പാട്, എക്കണോമിക്സ് പാട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല, പണിയെടുക്കണം അല്ലേ? പണിയെടുത്താൽ കിട്ടും, അത്രയേ ഉള്ളൂ. മിടുക്കൻ. ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായ വർഷം. ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1949 ഓഗസ്റ്റ് 4 ആണ്. 1949 ഓഗസ്റ്റ് 4 നാഷണൽ ഇൻകം കമ്മിറ്റി അല്ലെങ്കിൽ വരുമാന കമ്മിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്ട് 49 ഓഗസ്റ്റ് 4 ആണ്. ആ 49 ഓഗസ്റ്റ് 4 രൂപം കൊണ്ട ഈ കമ്മിറ്റി 1951 എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1951 ആണ്. ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തെ എക്കണോമിക്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. PC മേൽനോബിസ്. മനസ്സിലായി? ദേശീയ വരുമാന കമ്മിറ്റിക്ക് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരുടെ? പറയണേ. PC മേൽനോബിസ് ആണ്. PC മേൽനോബിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? PC മേൽനോബിസിനെ കുറിച്ച് സാങ്ക്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് PC മേൽനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് PC മേൽനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് PC മേൽനോബിസ് ആണ് അല്ലേ? ബജറ്റിന്റെ പിതാവ് PC മേൽനോബിസ് ആണ്. അപ്പം സാങ്ക്യ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ഇദ്ദേഹമാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? നമ്മൾ കഴിഞ്ഞ പറഞ്ഞു, ദാദാഭായ് നവറോജി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഇന്ത്യൻ ബജറ്റിന്റെയും പിതാവ് ആരാണ്? PC മേൽനോബിസ് ആണ്. PC മേൽനോബിസ് ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം എന്നറിയോ? PC മേൽനോബിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. തിങ്ക് ടൈഗർ സിനിമയിലെ സുരേഷ് ഗോപി എടുത്ത് പറയുന്നത് ഞാൻ പറയുകയാണ്. വരട്ടെ. മാർച്ച് 15 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. മാർച്ച് 15 വേണമെങ്കിൽ ഉടനെ പഠിച്ചോ. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 സെപ്റ്റംബർ അല്ല മോനെ, ജൂൺ 29. ജൂൺ 29
PC മേൽനോബിസിന്റെ ജന്മദിനം നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. മനസ്സിലായി? ജൂൺ 29. അപ്പം ആരാണ് PC മേൽനോബിസ് നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റിൽ ഓർത്തിരിക്കുക. ദേശീയ വരുമാന കമ്മിറ്റി 49 രൂപയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? PC മേൽനോബിസ്. അദ്ദേഹം എന്തിൻ്റെയൊക്കെ പിതാവാ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഇന്ത്യയുടെ ഉണരൂ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഇന്ത്യൻ ബജറ്റിന്റെയും പിതാവാണ്. ജന്മദിനം ജൂൺ 29. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് സാംഖ്യ എന്ന പുസ്തകം. കാരണം സാംഖ്യികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മനസ്സിലായ? അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേരിലറിയപ്പെടുന്ന ഒരു മോഡലുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ പേരിലറിയപ്പെടുന്ന ഒരു പഞ്ചവത്സര പദ്ധതി ഏതാണ്? മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ PC മേൽനോബിസിന്റെ മുഴുവൻ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് എന്നാണ്. പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് എന്നാണ് PC മേൽനോബിസിന്റെ മുഴുവൻ പേര്. ഇനി വേറൊരാളുണ്ട്, PC റായ്. പ്രഫുല്ല ചന്ദ്ര റായ്ക്ക് എന്തൊക്കെ പോയിന്റ് പറയാൻ പറ്റും? ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവും കെമിക്കൽ ഇൻഡസ്ട്രി, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി. ഇന്ത്യൻ രസാന്തരത്തിന്റെ പിതാവ് ആരാണ്? PC റായ് ആണ്. ഇന്ത്യൻ രസാന്തരത്തിന്റെ പിതാവ് PC റായ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ പിതാവും ആരാണ്? PC റായ്, പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ രാസ വ്യവസായത്തിന്റെയും പിതാവ് ആരാണ്? PC റായ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇദ്ദേഹം സ്വദേശി പ്രസ്ഥാന കാലത്ത് എന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? സ്വദേശി കെമിക്കൽസ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? PC റായ്. സ്വദേശി പ്രസ്ഥാന സമയത്ത് സ്വദേശി കെമിക്കൽ സ്ഥാപിച്ചിട്ടുള്ള ആരാണ്ട്? PC റായ് ആണ്. മനസ്സിലായ? ഓക്കെ. അയ്യോ, അപ്പോൾ അതൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മളിപ്പം PC മേൽനോബിസ് പറഞ്ഞ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണെന്ന് പറഞ്ഞു, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിശ്വേശ്വരയ്യ കൂടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കൺഫ്യൂഷൻ മാറ്റി പൊക്കോണം. വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പിതാവാണ്? ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും ആസൂത്രണത്തിന്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെയും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും പിതാവാണ് വിശ്വേശ്വരയ്യ അല്ലേ? അദ്ദേഹമാണ് മറ്റേ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ആരാണ്? വിശ്വേശ്വരയ്യാണ്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1923 സ്ഥാപിക്കപ്പെട്ടു. വിശ്വേശ്വരയ്യ പേരിലാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്കശാല വിശ്വേശ്വരയ്യ VSIL എന്ന് പറയും. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയും. ഓക്കെ, അതെവിടെയാണത്? കർണാടകയിലാണ് അല്ലേ? ഓക്കെ, ഈ വിശ്വേശ്വരയ്യയെ പ്ലാനിങ്ങിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് മേൽനോബിസിനാണ്. ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്നറിയപ്പെടുന്നത് മേൽനോബിസ്. അപ്പൊ നമ്മൾ വിശ്വേശ്വരയുടെ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു? വിശ്വേശ്വരയുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന പോയിന്റ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്ന പോയിന്റ്, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്കശാല ആരുടെ പേരിലാണ്? വിശ്വേശ്വരയ്യയുടെ പേരിലാണ്. കർണാടകയിലാണ്. 1923 സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നും. എന്നാൽ PC മേൽനോബിസിന് അറിയപ്പെടുന്നത്, നീ എന്നെ വലിച്ചോടെ കൊണ്ടുപോകണം, നിന്റെ പശുവാടാ കുറെ ആയിട്ട് അങ്ങോട്ട് വലിക്കണേ എന്നിട്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മേൽനോബിസ്. ഓക്കെ, കണ്ടടിക്കുന്ന മേടിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ വിശ്വേശ്വരയുടെ ജന്മദിനം ഏതാ? ജോബിനെ താങ്കൾ ഒരുപാട് പുറകിലോട്ട് പോയിരിക്കുന്നു. 5 ഒരു 5 സെപ്റ്റംബർ 5 അല്ല, സെപ്റ്റംബർ 5 S രാധാകൃഷ്ണ ജന്മദിനം. ദേശീയ അധ്യാപക ദിനം. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആണ്. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. വിശ്വേശ്വരയ്യയുടെ ജന്മദിനം. ഓക്കെ അല്ലേ? അപ്പൊ അതൊക്കെ സെറ്റാണല്ലേ? ഓക്കെ, അപ്പൊ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് വിശ്വേശ്വരയ്യ. സാംഖ്യ എന്ന കൃതി എഴുതിയത് PC മേൽനോബിസ്. ഓക്കെ, മേൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ശരി, ഓക്കെ. എടാ, ദേശീയ വരുമാന കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. പിള്ളേർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ PC മേൽനോബിസ് ആണ്. ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ PC മേൽനോബിസ് ആയിരുന്നു.
മറ്റ് അംഗങ്ങൾ ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു DR ഗാഡ്ഗിലുണ്ട്, പിന്നെ VK റാവു. ആരാണ്? VK റാവു. ഓക്കെ, അപ്പം നമ്മുടെ ദേശീയ വരുമാന കമ്മിറ്റി 49 ഓഗസ്റ്റ് 4 ഫോം ചെയ്തു. 51 റിപ്പോർട്ട്. ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരണം നേതൃത്വം നൽകിയത് PC മേൽനോബിസ് ആണ്. ഇതിൻ്റെ ചെയർമാൻ ആര് തന്നെയാണ്? PC മേൽനോബിസ് തന്നെയാണ്. DR ഗാഡ്ഗിലും അതുപോലെ VK റാവുമായിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കറിയാം ISO എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലേ. ISOയുടെ പൂർണ്ണരൂപം എന്താണ്? ISOയുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ISOയുടെ പൂർണ്ണരൂപം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ISO സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് കൊൽക്കത്ത. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? അത് മേൽനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ആരാണ്ട? മേൽനോബിസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ISI ആണെന്ന് ഞാൻ പറയുന്നത് സമ്മതിക്കുമോ? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ISI ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഇല്ലേ? NSO, CSO ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നീ പറഞ്ഞ NSO എന്താണെന്ന് അറിയാമോ? ഈ CSOയും NSSOയും കൂടെ യോജിച്ചു. NSSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ CSOയും NSSOയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫോം ചെയ്തതാണ് ഏത്? NSO എന്ന് പറയുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പിന്നെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും PSC ചോദിക്കുമ്പോൾ ആൻസർ ചെയ്ത് തന്നെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ആര് തന്നെയാണ്? CSO തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. CSO സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലും. എന്നാൽ ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലുമാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? ഇപ്പോഴല്ല പറഞ്ഞ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മേൽനോബിസ് ആണെന്ന്. PC മേൽനോബിസ് അല്ലേ? ക്ലിയർ അല്ലേ?